നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ മെനി ഫേസസ് ഓഫ് ഇന്ത്യാസ് നർമ്മദ മൂവ്മെൻറ്റ് ബൈ ആശിഷ് കോത്താരി. അപ്പോൾ ആദ്യമേ ആശിഷ് കോത്താരി കൽപ്പവൃക്ഷ് എന്നും പറഞ്ഞു ഒരു ഇന്ത്യൻ എൻവയോൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ ഫൗണ്ടർ മെമ്പറാണ്. അദ്ദേഹം സോഷ്യോളജിയാണ് പഠിച്ചത്. ആൻഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ന്യൂഡൽഹിയിലാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ്, ഡെമോക്രസിക്ക് വേണ്ടി സംസാരിക്കുക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഫോർ എൻവയോൺമെൻറ്റ്, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിലൊരു ഫോക്കസ് എന്ന് പറയുന്നത്. സോ നമുക്ക് വാട്ട് ഈസ് നർമ്മദ മൂവ്മെൻറ്റ്, എന്താണ് നർമ്മദ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നർമ്മദ ബച്ചാവോ ആന്തോളൻ, അതിൻ്റെ ഒറിജിൻ, പേർപ്പസ്, ഇഷ്യൂസ്, ലീഡേഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പോലെ. സോ നർമ്മദ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ നർമ്മദ അല്ലെങ്കിൽ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നാണ് ഇതിനെ ഒഫീഷ്യലി വിളിക്കുന്നത്. അതായത് സേവ് ദ നർമ്മദ മൂവ്മെൻറ്റ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ മൂവ്മെൻ്റ് ആണ് ഇന്ത്യയിലെ. ലാർജ് ഡാംസ് നർമ്മദ റിവറിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിനെതിരെ കൊണ്ടുവന്നൊരു പ്രൊട്ടസ്റ്റാണ് നർമ്മദ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേവ് ദി നർമ്മദ മൂവ്മെൻറ്റ്. എസ്പെഷ്യലി സർദാർ സരോവർ ഡാം എന്നുള്ള ഡാം നർമ്മദ റിവറിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിനെതിരെയാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ അതായത് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് എന്നുള്ള പേരിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഡിസ്ട്രോയ് അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് നർമ്മദ മൂവ്മെൻറ്റ് വഴി നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നർമ്മദ റിവർ മധ്യപ്രദേശിൽ നിന്ന് ഗുജറാത്തിലോട്ടാണ് ഒഴുകുന്നത്. അതായത് ഫ്രം മധ്യപ്രദേശ് ടു അറേബ്യൻ സീയിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. വളരെ ഒരു ഹോളി റിവറാണ് നർമ്മദ റിവർ എന്ന് പറയുന്നത്. എക്കോളജിക്കലി റിച്ച് ആയിട്ടുള്ള റിവേഴ്സ് ഉണ്ട് ഇതിന്, സപ്പോർട്ടിംഗ് ഫോറസ്റ്റ് ഉണ്ട്, ഫാം ലാൻഡ്സ് ഉണ്ട്, ആൻഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചുറ്റിനുമാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ റിവർ വാലി ശരിക്കും പറഞ്ഞാൽ 3000 ലാർജ് ആൻഡ് സ്മോൾ ഡാംസിന് ഒരു പ്രപ്പോസ്ഡ് സൈറ്റാണ്. അതിനകത്ത് സർദാർ സരോവർ ഡാം, നർമ്മദ സാഗർ, ഓംകാരേശ്വർ, മഹേശ്വർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കുറേ ഡാം പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ ഗവൺമെൻറ് തയ്യാറായിരുന്നു. 1970 ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സീരീസ് ഓഫ് മെഗാ ഡാംസ് നർമ്മദയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതായത് ഇറിഗേഷന് വേണ്ടി, വെള്ളത്തിന്, ഹൈഡ്രോ ഇലക്ട്രിക് പവറിന് വേണ്ടിയും ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയുമാണ് ഈ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിനെ സർദാർ സരോവർ പ്രോജക്റ്റ് എന്നാണ് ഗുജറാത്തിൽ അറിയപ്പെടുന്നത്. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളതാണ്. 1980s ആയപ്പോഴത്തേക്കും പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഡാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റിനുമുള്ള സ്ഥലങ്ങൾ സബ്മേർജ്ഡ് ആകുമെന്നും മുങ്ങിപ്പോകുമെന്നും 100,000 പരം ആളുകൾ അല്ലെങ്കിൽ 1 കോടി പരം ആളുകളെ ഡിസ്പ്ലേസ് ചെയ്യണം. അതായത് അതിന് ചുറ്റുമുള്ള ആളുകളെ നമ്മൾ മാറ്റണമല്ലോ, എന്നാണല്ലോ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റൂ. ആദിവാസീസ്, ദളിറ്റ്സ് ആൻഡ് ഫാമേഴ്സിനെ, അതിന് ചുറ്റിനും താമസിക്കുന്ന ആളുകളെ എല്ലാം ഡിസ്പ്ലേസ് ചെയ്യണമെന്നും അത് ഫോറസ്റ്റിനെയും ബാക്കിയുള്ള ഹാബിറ്റാറ്റ്സിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുമെന്നും കണ്ടുപിടിച്ചു. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിനെതിരെ എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റുകളും കുറേ കമ്മ്യൂണിറ്റീസും എന്ത് ചെയ്തു, പ്രൊട്ടസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ, അതായത് സേവ് നർമ്മദ റിവർ എന്നുള്ള ഒരു ഒഫീഷ്യലായിട്ട് ഒരു പീപ്പിൾസ് മൂവ്മെൻറ്റ് ഫോം ചെയ്തത് 1985. മേധ പട്കറാണ് എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റാണ്. അവരും ബാബ ആംതെയും അരുന്ധതി റോയും കൂടിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്, അലോങ് വിത്ത് അവർ റൈറ്റർ ആശിഷ് കോത്താരി. ഈ ഒരു എസ്സേ എഴുതിയിരിക്കുന്ന റൈറ്റർ ആശിഷ് കോത്താരി. അപ്പം ഈ വില്ലേജേഴ്സിനെ, അതായത് അതിന് മുന്നേ തന്നെ കുറേ വില്ലേജേഴ്സിനെയൊക്കെ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തു. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് എൻവയോൺമെൻറ്റലിസ്റ്റുകൾ, ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകളും, ഇന്ത്യയിലുള്ളതും എബ്രോഡ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടി ഇതിനെതിരെ അങ്ങ് ഒരുമിച്ച് നിന്നു. അപ്പോൾ ഈ ഒരു നർമ്മദ ബച്ചാവോ ആന്തോളൻ റേസ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ, പുവർ പീപ്പിളിനെ ബാക്കിയുള്ളവരുടെ ഡെവലപ്മെൻറ്റൽ പ്രോജക്റ്റ് എന്നുള്ള പേരിൽ മാറ്റുന്നത് ശരിയാണോ? എക്കണോമിക് പ്രോഗ്രസ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ എക്കോളജിയെ ഡിസ്ട്രോയ് ചെയ്യണോ? ഡെവലപ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്കാണോ സ്റ്റേറ്റിനാണോ ജസ്റ്റിസ് കൊടുക്കേണ്ടത് ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ? റീഹാബിലിറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പൻസേഷനോ ഫാമിലിക്ക് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ ആഡിക്വേറ്റ് ആണോ? ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഫോറസ്റ്റിനെയും റിവേഴ്സിനെയും ഈ ട്രൈബൽ പീപ്പിളിൻ്റെ ലൈവ്ലിഹുഡ്സിനെയൊക്കെ ഇത് എങ്ങനെ ലോങ് ടേം ആയിട്ട് ബാധിക്കും, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, ഇതൊക്കെയാണ് അവർ റേസ് ചെയ്ത സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ എൻവയോൺമെൻറ്റലിസ്റ്റുകളെല്ലാം. അങ്ങനെ ഒരുപാട് പീസ്ഫുൾ മാർച്ചും പബ്ലിക് റാലീസും ലീഗൽ ആക്ഷൻസും ഇൻ്റർനാഷണൽ ക്യാമ്പയിൻസും റിസർച്ചും എല്ലാം നടത്തി ഇവർ. മേജർ അച്ചീവ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു ഗ്ലോബൽ ഡിബേറ്റും നാഷണൽ ഡിബേറ്റും ആളുകൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു. വേൾഡ് ബാങ്ക് ആണ് ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞത് ഈ ഡാം പ്രോജക്റ്റിന്. അവർ സപ്പോർട്ട് പിൻവലിച്ചു 1993. അങ്ങനെ അതൊരു ഹിസ്റ്റോറിക് വിക്ടറി ആയിട്ട് മാറി. അങ്ങനെയാണ് വേൾഡ് കമ്മീഷൻ ഓൺ ഡാംസ് എന്നും പറഞ്ഞ് എൻവയോൺമെൻറ്റ്, അതായത് ഡാം പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങളുണ്ടോ, സൊസൈറ്റി അല്ലെങ്കിൽ പീപ്പിളിനെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നറിയാൻ വേണ്ടി ഈ ഒരു നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നുള്ള പീപ്പിൾസ് മൂവ്മെൻറ്റിൻ്റെ റിസൾട്ടായിട്ടാണ് വേൾഡ് കമ്മീഷൻ ഓൺ ഡാംസ് എന്ന് പറഞ്ഞൊരു സംഭവം ക്രിയേറ്റ് ചെയ്തു.
അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോളജ് എന്ന് പറയുന്നത്. ആശിഷ് കോത്താരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹവും ഇതിനകത്തുണ്ടായിരുന്നു. എൻവയോൺമെൻറ്റലിസ്റ്റും റൈറ്ററുമാണ്. ഓക്കെ, ഇനി നമുക്ക് എസ്സേയിലോട്ട് കിടക്കാം. അപ്പോൾ പാരഗ്രാഫ് വൈസ് സമ്മറിയാണ്. ദ മെനി ഫേസസ് ഓഫ് ഇന്ത്യാസ് നർമ്മദ മൂവ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് അതിൻ്റെ എസ്സേയുടെ ടൈറ്റിൽ. ഓതർ ബിഗിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പീപ്പിൾസ് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ആളുകൾ കൂട്ടായ്മയോടെ നിന്ന് കഴിഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റ്, ഇങ്ങനെയുള്ള നർമ്മദ ബച്ചാവ് ആന്തോളൻ പോലെയുള്ള മൂവ്മെൻറ്റുകൾ, അതിന് വേൾഡ് വൈഡായിട്ട് ഈ ഇങ്ങനെയുള്ള എക്കോളജിയെ ഡിസ്ട്രോയ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ പ്രോജക്റ്റുകളെ ഇവർ പീപ്പിൾസ് മൂവ്മെൻറ്റ്സ് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനൊരു പീപ്പിൾസ് മൂവ്മെൻറ്റ് നടക്കുന്നത്. ലോകത്തിൽ തന്നെ ഇതുപോലെയുള്ള അനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റിനെതിരെയും ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റിനെതിരെയും ഒരുപാട് പീപ്പിൾസ് മൂവ്മെൻറ്റ്സ് ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. എക്കണോമിക് ഗ്രോത്തിൻ്റെ ഐഡിയ വെച്ചിട്ട് അല്ലെങ്കിൽ കൊളോണിയൽ സ്റ്റൈലിൻ്റെ ആ ഒരു ട്രഡീഷണൽ കൊളോണിയൽ സ്റ്റൈൽ ലാൻഡ് ഗ്രാബിംഗ് എന്നുള്ള ഐഡിയ വെച്ചിട്ട് ഈ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്നുള്ള പേരിൽ ഒരുപാട് പിന്നെ എയർപോർട്ടും ഇൻഡസ്ട്രീസും എക്സ്പ്രസ് വേസും മൈനിങ്ങും ഒക്കെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അതായത് എക്കണോമിക്കൽ ഗ്രോത്തിന് ആവശ്യമാണ്, ഡെവലപ്മെൻറ്റൽ പ്രോജക്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ലാൻഡിനെ ഇങ്ങനെ കൊളോണിയൽ സ്റ്റൈലിൽ ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ നമ്മുടെ ലാൻഡ് പിടിച്ചെടുത്തത് അതുപോലെ ആ കൊളോണിയൽ സ്റ്റൈലിൽ ലാൻഡ് ഗ്രാബിംഗ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് മാഫിയ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ടെൻഡൻസി ഇപ്പോഴും ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഇതിനെയെല്ലാം പബ്ലിക്കിൻ്റെ ഗുഡിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം ആ ലാൻഡിലും റിസോഴ്സിലും താമസിക്കുന്ന കമ്മ്യൂണിറ്റീസിനെയും ആളുകളെയും ലോക്കൽ കമ്മ്യൂണിറ്റീസിനെയും എല്ലാം ഡിസ്പ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പൊസസ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അക്രോസ് ദ വേൾഡ് ആളുകൾ ഇതിനെതിരെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള അനീതികൾക്കെതിരെ അല്ലെങ്കിൽ ചൂഷണങ്ങൾക്കെതിരെ, എക്സ്പ്ലോയിറ്റേഷനെതിരെ പ്രൊട്ടസ്റ്റും ചെയ്യുന്നുണ്ട്. ആശിഷ് കോത്താരി എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള റെസിസ്റ്റൻസ് മൂവ്മെൻറ്റിനെ കുറിച്ചൊരു കംപ്ലീറ്റ് റെക്കോർഡൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ് അറ്റ്ലസ് എന്നുള്ള റിസോഴ്സസിനകത്ത് ഇങ്ങനെയുള്ള പീപ്പിൾസ് മൂവ്മെൻറ്റിനെ കുറിച്ച് അവർ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ എക്സ്പീരിയൻസ് എന്താണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നുള്ള പീപ്പിൾസ് മൂവ്മെൻറ്റിൽ ആശിഷ് കോത്താരി നമ്മുടെ റൈറ്ററും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് എക്സ്പീരിയൻസ് അദ്ദേഹം ഇങ്ങനെയുള്ള കുറേ മൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഡിസ്ട്രക്റ്റീവ് പ്രോജക്റ്റുകളെ തടയാൻ വേണ്ടി സക്സസ്ഫുൾ ആയത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കോർപ്പറേഷൻസും അല്ലെങ്കിൽ ചില ഗവൺമെൻറ്റൽ പവേഴ്സും കാരണമാണ് ഈ ചില കമ്മ്യൂണിറ്റീസിൽ ഇതിന് പ്രശ്നമാകുന്നതെന്നാണ് പറയുന്നത്. ചില ആളുകളെന്ന് പറയുമ്പോൾ ജോബ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ തരാമെന്ന് പറയുമ്പോൾ ചില ആളുകൾ ഈ പ്രോമിസിൽ വിശ്വസിച്ച് അവരങ്ങ് മാറിപ്പോവും. അപ്പോൾ ആ ഒരു പീപ്പിൾസ് മൂവ്മെൻറ്റിൽ അങ്ങനെയുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു യൂണിറ്റിയോ അല്ലെങ്കിൽ സക്സസ്സോ കാണത്തില്ല. അപ്പോൾ ഓതർ റേസ് ചെയ്യുന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ, അതായത് കോമ്പൻസേഷൻ തരാമെന്ന് പറയുമ്പോൾ മാറിക്കളയുന്ന ആളുകൾ, അവരൊന്നും പിന്നെ പ്രൊട്ടസ്റ്റ് പങ്കെടുക്കത്തില്ലല്ലോ. കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജോലി തരാമെന്ന് പറയും ഗവൺമെൻറ് ഈ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ. സോ അങ്ങനെയുള്ള ആളുകളൊന്നും ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കാത്തത് ഈ മൂവ്മെൻറ്റിൻ്റെ ഫെയിലിയർ ആണോ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ആ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫെയിലായി പോകുമോ എന്നൊരു ക്വസ്റ്റ്യൻ, സീരിയസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആര് റേസ് ചെയ്യുന്നുണ്ട്? ആശിഷ് കോത്താരി റേസ് ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടി ഓതർ ആൻറ്റി ഡാം മൂവ്മെൻറ്റ് ഇൻ ദി നർമ്മദ റിവർ ബേസിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമ്മളുടെ അടുത്ത്. അതാണ് ഫേമസ് ആയിട്ടുള്ളൊരു പീപ്പിൾ സ്ട്രഗിളാണ്. നർമ്മദ റിവർ എന്ന് പറയുന്നത് 1300 കിലോമീറ്റർ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നതാണ് ഫ്രം മധ്യപ്രദേശ് ടു ഗുജറാത്ത് വരെ. അത് എക്കോളജിക്കലി ഇമ്പോർട്ടൻറ്റുമാണ്, കൾച്ചറലിയും സ്പിരിച്വലിയും സിഗ്നിഫിക്കൻ്റ് ആണ് ഈ ഒരു റിവർ. കാരണം ഹിന്ദുസും ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസൊക്കെ റെസ്പെക്റ്റ് അല്ലെങ്കിൽ റിവർ ചെയ്യുന്നൊരു റിവർ, പിന്നെന്താ പറയുക, ഒരു നല്ല രീതിയിൽ റെഫറൻസ് ഉള്ളൊരു റിവറാണിത്. മില്യൺസ് ഓഫ് പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യുന്നു ഈ ഒരു റിവർ. റിച്ച് എക്കോ സിസ്റ്റമാണുള്ളത്. മധ്യപ്രദേശിൽ നിന്ന് അമർഖണ്ഡക് എന്നുള്ള സ്ഥലത്ത് മധ്യപ്രദേശിൽ നിന്ന് മഹാരാഷ്ട്ര വഴി ഒഴുകി ഗുജറാത്തിൽ നിന്ന് അറേബ്യൻ സീയിലോട്ടാണ് ഇത് എത്തിച്ചേരുന്നത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നർമ്മദ ബച്ചാവോ ആന്തോളൻ, അതായത് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമുക്ക് വാട്ട് ഈസ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. പിന്നെ സിൻസ് mid-1980s ഓൺവേർഡ്സ് എന്താണ് നർമ്മദ വാലി എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പീപ്പിൾ മൂവ്മെൻറ്റിൻ്റെ ഒരു സെൻറ്ററായിട്ട് മാറി. നർമ്മദ ബച്ചാവോ ആന്തോളൻ അല്ലെങ്കിൽ NBA ഓർ സേവ് ദി നർമ്മദ മൂവ്മെൻറ്റ് എന്നുള്ളതായി മാറി പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ്. 4 decades 40 വർഷം മൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്തു എന്തിനെ, ലാർജ് ഡാംസ് കെട്ടിപ്പൊക്കുന്നതിനെതിരെ. അങ്ങനെ ആദ്യമേ തുടങ്ങിയത് സ്മോളർ ലോക്കൽ പ്രൊട്ടസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1970s തുടങ്ങിയെങ്കിൽ പിന്നീട് അതൊരു ഓർഗനൈസ്ഡ് മൂവ്മെൻ്റ് ആയിട്ട് ഇൻ്റർനാഷണലിയും നാഷണലിയും 1985 മാറി. ഒരുപാട് കമ്മ്യൂണിറ്റീസും ആക്ടിവിസ്റ്റുകളും എൻവയോൺമെൻറ്റലിസ്റ്റുകളും കൂടി ഒരുമിച്ച് കൊളാബ് ചെയ്ത് കളക്റ്റീവായിട്ടുള്ള അവരുടെ വോയിസ് ഈ ഒരു മെഗാ ഡാം പ്രോജക്റ്റിനെതിരെ വന്നു.
ഈ മൂവ്മെന്റ് ടാർഗറ്റ് ചെയ്തിരുന്നത് സെവറൽ ലാർജ് ഡാംസ് നർമ്മദയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് സർദാർ സരോവർ പ്രോജക്റ്റ് എന്നും പറഞ്ഞ് ഗുജറാത്തിൽ തുടങ്ങാൻ വെച്ചിരുന്ന ഒരു ഡാം പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ സ്കേർസിറ്റിക്ക് ഒരു സൊല്യൂഷൻ ആവും, ഹൈഡ്രോ ഇലക്ട്രിക് പവർ നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ പക്ഷേ അത് എൻവയോൺമെൻറ്റിനും ലോക്കൽ കമ്മ്യൂണിറ്റീസിനും ഒരു സീരിയസ് ആയിട്ടുള്ള ത്രെറ്റായി മാറി എന്ന് പിന്നീട് കണ്ടുപിടിച്ചു. അതിൻ്റെ ചുറ്റിനുമുള്ള ലാൻഡ് സബ്മേഴ്സ്ഡ് ആവുമെന്നും ആയിരക്കണക്കിനല്ല 10 ലക്ഷത്തിലധികം ആളുകളെ ഡിസ്പ്ലേസ് ചെയ്യണമെന്നും ഫോറസ്റ്റ് ഡിസ്ട്രോയ് ആവുമെന്നും മനസ്സിലായപ്പോഴാണ് ഇതിനെതിരെ ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. 10,000 ഓഫ് വില്ലേജേഴ്സും ആക്ടിവിസ്റ്റുകളും കൂടി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മൂവ്മെൻറ്റിന് ഡാം കൺസ്ട്രക്ഷനെ തടയാൻ സാധിച്ചില്ലെങ്കിലും പ്രോപ്പർ റീഹാബിലിറ്റേഷൻ ഫോർ ഡിസ്പ്ലേസ്ഡ് പീപ്പിളിന് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ എക്കോളജിക്കൽ കോൺസിക്വൻസസിനെ കുറിച്ച് ആളുകൾക്കൊരു അവയർനെസ് കൊടുക്കാനും സാധിച്ചു. ആശിഷ് കൗകോത്താരെ നോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നർമ്മദ മൂവ്മെൻറ്റിനെ കുറിച്ചൊരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ബുക്സും റിസർച്ച് സ്റ്റഡീസും ആക്ടിവിസ്റ്റ് റിപ്പോർട്ടുകളും ഫിലിംസും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ ഏറ്റവും പർട്ടിക്കുലർലി വാല്യുബിൾ ആയിട്ടുള്ള റെക്കോർഡെന്ന് പറയുന്നത് നന്ദിനി ഓസയുടെ ഓറൽ ഹിസ്റ്ററീസിൻ്റെ ഒരു കളക്ഷനാണ്. അവരതിനകത്ത് ഈ മൂവ്മെൻറ്റ്സിനകത്ത് ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്നും അവരുടെ എല്ലാ കാര്യങ്ങളും അവരിതിനകത്ത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓതർ അല്ലെങ്കിൽ ഓതർ എന്താണ് അതായത് ഡാം പ്രൊട്ടസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് അക്കൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ബ്രോഡർ ആയിട്ടുള്ള നറേറ്റീവ്സും ലെഗസീസും, അതായത് ഈ മൂവ്മെൻറ്റിൽ നിന്ന് പിന്നീട് വന്ന എന്തൊക്കെ പുതിയ കാര്യങ്ങൾ വന്നെന്നും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ബുക്കിനകത്ത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ മൂവ്മെൻറ്റ് ഫെയിലിയർ ആയോ സക്സീഡ് ആയോ എന്നുള്ള കാര്യം നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യേണ്ടി ഇരിക്കുന്നു. ഡാംസ് സ്റ്റോപ്പായോ അതോ അതിൽ കൂടുതൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു സൊസൈറ്റിക്ക് വേണ്ടിയും പൊളിറ്റിക്കലായിട്ടും എൻവയോൺമെൻറ്റൽ ട്രാൻസ്ഫർമേഷന് വേണ്ടിയും, അതാണ് നമ്മൾ ആശിഷ് കോത്താരി ഇതിനകത്ത് നോക്കുന്നത്. നർമ്മദ സ്ട്രഗിളിന് മാത്രമല്ല ഇത് അപ്ലൈ ആയിട്ടുള്ളത്. സിമിലർ ആയിട്ട് നേഷൻ വൈഡിൽ പീപ്പിൾസ് മൂവ്മെൻറ്റ് ഇതുപോലെ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതിൽ നിന്ന് എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആശിഷ് കോത്താരിക്ക് ഇവിടെ അതായത് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് നർമ്മദ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സർദാർ സരോവർ പ്രോജക്റ്റിനെ കുറിച്ച് കോംപ്രിഹെൻസീവായിട്ട് അനലൈസ് ചെയ്യാൻ സാധിച്ചു. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡാം പ്രോജക്റ്റിനെ കുറിച്ച്, ഇങ്ങനെയുള്ള ഡാം പ്രോജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ സാധിച്ചു. ഏർലിയർ ആയിട്ടുള്ള ആൻറ്റി ഡാം മൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 1920s ഒക്കെ വന്നിട്ടുണ്ട്. അത് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഡാമേജ് എന്നുള്ള സിംഗിൾ ഇഷ്യൂയെ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. നർമ്മദ ബച്ചാവോ ആന്തോളന് മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. എൻവയോൺമെൻറ്റൽ സബ്മേർജൻസ്, അത് കൽപ്പവൃക്ഷ്, ഇദ്ദേഹത്തിൻ്റെ തന്നെ കൽപ്പവൃക്ഷ് എന്നുള്ള ഓർഗനൈസേഷൻ പഠിച്ചു. 10 ലക്ഷത്തിനകം ആളുകളെ ഡിസ്പ്ലേസ് ചെയ്തു. ഇറിഗേഷനും ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ പഠിച്ചത് രാഹുൽ റാമാണ് മഡ്ഡി വാട്ടേഴ്സ് എന്നുള്ള വർക്കിനകത്ത്. ഡൗൺ സ്ട്രീം, അതായത് എക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിച്ചത് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസിൽ വരുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള വിജയ് പരഞ്ചബയാണ് പഠിച്ചത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ഓരോ രീതിയിലും പഠിച്ചിട്ടുണ്ടായിരുന്നു ആളുകൾ, ഓരോ ഓർഗനൈസേഷൻസും. അപ്പോൾ ഈ മൂവ്മെൻറ്റ് എൻവയോൺമെൻറ്റൽ ആൻഡ് എക്കണോമിക് എന്നുള്ള ആ ഒരു ഏരിയ വിട്ടിട്ട് നാഷണൽ ആൻഡ് ഗ്ലോബൽ നറേറ്റീവായിട്ട് മാറി. മൾട്ടിപ്പിൾ ലോക്കൽ സ്ട്രഗിൾസും, അതായത് ലാർജ് ഡാംസ് ഇൻ ഇന്ത്യ കെട്ടിപ്പൊക്കുന്നതിനെതിരെ മൾട്ടിപ്പിൾ ലാർജസ്റ്റ് ലോക്കൽ സ്ട്രഗിൾസ് വന്നു. അത് ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഏറ്റെടുക്കുകയും ചെയ്തു. ആസ് എ റിസൾട്ട് ഈ ഡാം പ്രോജക്റ്റുകൾ ഒരുപാട് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഇന്നതെല്ലാം ക്യാൻസൽഡ് ആയിട്ട് മാറി, അല്ലെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു, എസ്പെഷ്യലി ഹിമാലയാസിലുമൊക്കെ. അപ്പോൾ ഗ്ലോബൽ ഒരു എന്താ പറയുക, വേൾഡ് ബാങ്ക് എന്ത് ചെയ്തു, ഫണ്ടിങ് പോളിസീസൊക്കെ അവരെന്ത് ചെയ്തു, പിന്നെ നിർത്തലാക്കി അല്ലെങ്കിൽ റീകൺസിഡർ ചെയ്തു, അതിനെ വിഡ്രോ ചെയ്തു ഫണ്ടിങ്. ഫെർദർ മോർ വേറെ കുറേ ഓർഗനൈസേഷൻസ്, എന്താ പറയുക, ഇൻ്റർനാഷണൽ റിവർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കമ്മീഷൻ ഓൺ ഡാംസ് എന്നും പറഞ്ഞ് ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് ലാർജ് ഡാംസ് കെട്ടിപ്പൊക്കുന്നതിന് മുന്നേ കുറേ ഗൈഡ് ലൈൻസ് പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഗൈഡ് ലൈൻസ് എല്ലാം ഇഗ്നോർ ചെയ്തെങ്കിലും ഈ ഒരു ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഗവർണൻസിൻ്റെ ആ ഒരു ഗ്ലോബൽ എൻവയോൺമെൻറ്റിൻ്റെ ആ ഒരു അവയർനെസ്സിൽ ഇത് നല്ലൊരു മാർക്കാണ്, മേജർ സ്റ്റെപ്പായിട്ട് മാറി. ആശിഷ് കോത്താരി ഹിംസെൽഫ് എന്ത് ചെയ്തു, വേൾഡ് കമ്മീഷൻ ഓൺ ഡാംസിൽ കുറേ കോൺട്രിബ്യൂഷൻസ് നൽകി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്. ഈ നർമ്മദ സ്ട്രഗിളിൽ അദ്ദേഹം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ പഠിച്ച കുറേ കാര്യങ്ങളില്ലേ, അതല്ല അദ്ദേഹം വേൾഡ് കമ്മീഷൻ ഓൺ ഡാംസിൽ അദ്ദേഹം കുറേ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ഈ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് അല്ലാതെ ഈ മൂവ്മെൻറ്റ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് വേൾഡ് ബാങ്ക് പോലെയുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പോലെയുള്ള ഈ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ റോളിനെ കുറിച്ച് എക്സ്പോസ് ചെയ്യുകയും ചെയ്തു. അതായത് ഇങ്ങനെയുള്ളവർ ഈ ഡിസ്ട്രക്റ്റീവ് മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റിന് ഫണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നു, ആവശ്യമില്ലാത്ത രീതിയിൽ ഫണ്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതും എക്സ്പോസ് ചെയ്തു. അപ്പോൾ ആളുകൾ, അതായത് പിന്നെ അങ്ങനെ ഒരുപാട് എക്കണോമിക്, അതായത് പിന്നെന്താ പറയുക, 1991 എക്കണോമിക് റീഫോംസ് ഒക്കെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു.
അപ്പോൾ ഡാമിനെതിരെ കൊണ്ടുവന്നൊരു പ്രോജക്റ്റ് മൊത്തത്തിൽ ഒരു ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ. പിന്നെ ആശിഷ് കോത്താരി റീകോൾ ചെയ്യുന്ന വേറൊരു പേഴ്സണൽ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു 50 ദിവസം യാത്ര നർമ്മദ റിവറിൽ ഒരു പ്രൊട്ടസ്റ്റ് പോലെ നടത്തിയിരുന്നു 1983 2 years ബിഫോർ ദി ഫോർമേഷൻ ഓഫ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. അപ്പോൾ ഈ ജേർണി തീരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നർമ്മദ വാലി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നർമ്മദ വാലി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് ഓർ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിനകത്ത് ഒരുപാട് തിങ്കേഴ്സ്, അതായത് ഇതിനകത്ത് മഹാത്മാഗാന്ധിയെക്കുറിച്ചും രവീന്ദ്രനാഥ് ടാഗോറിനെക്കുറിച്ചും ആദിവാസി ആക്ടിവിസ്റ്റുകളെക്കുറിച്ചും നേരത്തെ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത്, അതായത് നേരത്തെ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്കൊക്കെ എതിരെ ഫൈറ്റ് ചെയ്ത കുറേ ആളുകളെക്കുറിച്ചൊക്കെ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ആഫ്റ്റർ 1985 നർമ്മദ ബച്ചാവോ ആന്തോളൻ ഇത്രയും ക്വസ്റ്റ്യൻസ് നാഷണൽ ആൻഡ് ഗ്ലോബൽ അറ്റൻഷൻ പിടിച്ചുപറ്റി. ഡെവലപ്മെൻറ്റ് എന്നുള്ള പേരിൽ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും ഇല്ലാതെ എക്കണോമിക് പ്രോസ്പെറിറ്റി എന്നുള്ള പേരിൽ ഇത്രയധികം എക്കോളജിയെയും എൻവയോൺമെൻറ്റിനെയും നശിപ്പിക്കുന്ന വേറൊരു സംഭവം ഇല്ലെന്ന് ഇവർ കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പോൾ മൂവ്മെൻറ്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോജക്ട്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. എന്താണ് ഇതിൻ്റെ ലോങ് ടേം ഇമ്പാക്റ്റ് എന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഏതൊക്കെ കമ്മ്യൂണിറ്റീസിനെ ഇത് ബാധിക്കുന്നു എന്നുള്ളതും പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു അതായത് ഇങ്ങനെയുള്ള വേരിയസ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പീപ്പിൾസ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാണ് ഈ പ്രോജക്റ്റിനെതിരെ ഫൈറ്റ് ചെയ്തത്. അതൊരു നാഷണൽ ആൻഡ് ഗ്ലോബൽ സോളിഡാരിറ്റി നെറ്റ്വർക്ക് എന്നാണ് നമുക്കിതിനെ വിളിക്കാൻ സാധിക്കും. എല്ലാവരും ഒരുമിച്ച് നിന്നതല്ലേ, ഒരുപാട് പേര് കൊളാബറേറ്റ് ചെയ്തു. അങ്ങനെ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് തന്നെ ഫോം ചെയ്തു. അതിനകത്ത് ഇങ്ങനെയുള്ള സ്ട്രഗിൾസിനൊക്കെ വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 3 decades ആയിട്ട് NAPM, അതായത് നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള ഡിസ്ട്രക്റ്റീവ് ഡെവലപ്മെൻറ്റ്സിനെതിരെയും ഒക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കുവാണ്. അതിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത് തന്നെ സംഘർഷ് ഓർ നിർമ്മാൺ എന്നാണ്, സ്ട്രഗിൾ ആൻഡ് റീകൺസ്ട്രക്ഷൻ. റെസിസ്റ്റൻസ്, അതായത് ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സിനെതിരെ റെസിസ്റ്റ് ചെയ്യുന്നു, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, കാസ്റ്റ് ഒപ്രഷൻ, ക്യാപിറ്റലിസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചലഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓർഗനൈസേഷൻ. ആൻഡ് ഓൾസോ പിന്നെന്താണ് മൈക്രോ ഹൈഡൽ പ്രോജക്റ്റ് ഫോർ ലോക്കൽ എനർജി നീഡ്സ്, ജീവൻ ശാലാസ് അതായത് ലൈഫ് സ്കൂൾസ്, ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ വികൽപ്പ് സംഘം എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഇനിഷ്യേറ്റീവ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നർമ്മദ ബച്ചാവോ ആന്തോളന് ശേഷം തുടങ്ങിയതാണ് വികൽപ്പ് സംഘം. വികൽപ്പ് സംഘം എന്ന് പറയുന്നത് അവർ ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നർമ്മദ മൂവ്മെൻറ്റ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ പവർ കൊടുത്തത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി, ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് ഡിസ്ട്രക്റ്റീവ് പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി? പവറിലുള്ള ആളുകളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് എന്നുള്ള പേരിൽ. പക്ഷേ ഈ ഡിസിഷൻസിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് ആർക്കാണ് കിട്ടുന്നത്? ആരാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ്സിനെയൊക്കെ മൊത്തത്തിൽ നല്ല രീതിയിൽ ചലഞ്ച് ചെയ്തൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ന്യൂഡൽഹിയും സ്റ്റേറ്റ് ക്യാപിറ്റൽസിനെയും എല്ലാം ഒരു ക്രിട്ടിക്കൽ ഡിസിഷൻ എടുപ്പിച്ചു. അപ്പം ഓർഡിനറി പീപ്പിളിനെ എംപവർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. അല്ലെങ്കിൽ ഡെമോക്രസിയെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ദോസ് ഇൻ പവർ അവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. പവറിനെ ഡീസെൻട്രലൈസ് ചെയ്ത് നമുക്ക് എല്ലാവരുടെയും കൈകളിലെത്തും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ സ്റ്റേറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പവർ ആളുകളുടെ കൈകളിലോട്ടാണ് എത്തിയത്. ഓക്കെ. കോത്താരി എംഫസൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ഇമ്പാക്റ്റ് ഓഫ് ദ നർമ്മദ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ടേംസിൽ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം അത് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ഒരുപാട് കൗണ്ട്ലെസ് അതർ മൂവ്മെൻറ്റ്സിനെ ഇത് കൊണ്ടുവന്നു. അപ്പോൾ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ബാക്കിയുള്ള ഡിസ്ട്രക്റ്റീവ് പ്രോജക്ട്സിനെതിരെയും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ കുഞ്ഞായിട്ട് തുടങ്ങിയ ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾസ് പിന്നീട് വലിയ ഇൻഡിപെൻഡൻസ് മൂവ്മെൻ്റ് ആയിട്ട് മാറി. ഇതുപോലെ തന്നെയായിരുന്നു നർമ്മദ പ്രൊട്ടസ്റ്റും. നർമ്മദ ഈ ഒരു പ്രോജക്റ്റിനെതിരെ വന്ന കുഞ്ഞു മൊമെൻറ്റ്സ് പിന്നീട് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്കംസ് പെട്ടെന്ന് വിസിബിൾ അല്ലെങ്കിലും ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് അവയർനെസ് എങ്കിലും ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആളുകളെ കളക്റ്റീവായിട്ട് നിർത്തി ഇതിനെതിരെ ഫൈറ്റ് ചെയ്യിപ്പിക്കുകയെങ്കിലും ചെയ്യും. ഓവർ ടൈം നമുക്കിതിൻ്റെയുള്ള ചേഞ്ചസ് കാണാൻ സാധിക്കും. സർദാർ സരോവർ പ്രോജക്റ്റ് ഇവൻച്വലി കംപ്ലീറ്റ് ആണെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ്, എക്കോളജിക്കൽ ഡാമേജ് അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്ട്രപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓദർ ആർഗ്യൂ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നർമ്മദ മൂവ്മെൻറ്റിനെ ഒരിക്കലും ഫെയിലിയർ ആക്കിയില്ല. സർദാർ സരോവർ പ്രോജക്റ്റ് കൊണ്ടുവന്നെങ്കിലും പക്ഷേ നമ്മുടെ ഈ ഒരു മൂവ്മെൻറ്റ് കാരണം ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറയാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഡാമിനെ, അതായത് ഇങ്ങനെയുള്ള പ്രോജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്തോ എന്നോ ഉള്ളതല്ല ഇതിനകത്ത് വരുന്ന സക്സസ്ഫുൾ, അതായത് ഈ മൂവ്മെൻറ്റ് സക്സസ്ഫുൾ ആയോ അല്ലയോ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നത്. ഈ ഡാം പ്രോജക്റ്റിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിലും ഇത് നൽകിയ എൻവയോൺമെൻറ്റിന് വേണ്ടി ഇത് നൽകിയ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്.
ഹ്യൂമൻ റൈറ്റ്സ്, ഡെമോക്രസിയിൽ ആളുകൾ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അല്ലേ, അവരവരുടെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ആളുകളായിട്ട് തന്നെ കൊണ്ടുവന്ന് സക്സസ്ഫുള്ളായി. അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എസ്സേക്കകത്ത് പറഞ്ഞിരിക്കുന്നത്.